സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ അനുമതിയില്ല. ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നതാവട്ടെ 3.25 ലക്ഷത്തോളം ബില്ലുകൾ. മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം ചെലവഴിച്ചത് 64.9% മാത്രമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. MK വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ആശങ്കപ്പെടുത്തുന്നതാണ് കണക്കുകൾ. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് മാർച്ച് 31-ന് അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്ന ബില്ലുകളുടെ എണ്ണം നോക്കുമ്പോഴാണ് 76,805 ബില്ലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഭൂരിപക്ഷവും ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് ബില്ലുകളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകളൊന്നും പാസ്സാക്കാൻ ധനവകുപ്പ് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 64.90% മാത്രമാണ്. അതായത് 65% പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ കൂടി പാസ്സാക്കിയിരുന്നുവെങ്കിൽ ഇത് 79.99% വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും 2019-2020 കോവിഡ് കാലത്ത് ചെലവഴിക്കൽ 55.87% അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയാണ്. ഒന്നിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് പോലും ചെലവഴിക്കാൻ കഴിഞ്ഞത് 55% മുകളിലുണ്ട്. പക്ഷേ കോവിഡിൻ്റെ പ്രതിസന്ധികളൊന്നുമില്ല, എല്ലാം സാധാരണ നിലയിലായി. എന്നിട്ട് പോലും 65% തുക ചെലവഴിക്കാൻ പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ തൽക്കാലം പാസ്സാക്കണ്ട എന്ന് തന്നെയാണ് ധനവകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ 76,000-ഓളം ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് വളരെ ആശങ്കാജനകമായ കാര്യം. അനു. ശരി വിനോദ്.